ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ശ്രീ കെ അനിൽകുമാർ പറഞ്ഞത് പന്തളം ക്ഷേത്രത്തിൽ പോയി മാലയൂരി തിരികെ പോയ അയ്യപ്പന്മാർ എന്ന കാര്യം അത് തെറ്റാണെന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കൂ എന്നാണ് ശ്രീ കെ അനിൽകുമാർ ഇവിടെ പറയുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് 2-3 ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദർശനം സാധ്യമായില്ല എന്ന് പറയരുത്. അവിടെ ഈ കുഴപ്പമുണ്ടാക്കിയത് മുഴുവൻ ഈ കപടഭക്തരായ ആളുകളാണെന്നാണ്, ഈ തിരികെ പോയി എന്ന് പറയുന്ന ആളുകളാണെന്നാണ്. ഈ തെളിവിന്റെ കാര്യം അതിലേക്ക് താങ്കൾ വരൂ. ശ്രീ കെ അനിൽകുമാർ ഇവിടെ പലതവണ ചോദിച്ചിരുന്നു, അങ്ങനെ തെളിവുണ്ടോ? പന്തളം ക്ഷേത്രത്തിൽ പോയി മാലയൂരി അയ്യപ്പ ഭക്തർ മടങ്ങി എന്നുള്ളതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ ഏത് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ആ വിമർശനത്തെ ഉൾക്കൊള്ളുകയും ആ വിമർശനത്തിന്റെ പോസിറ്റീവ് സൈഡ് കാണുകയും. നമ്മുടെ നാട്ടിൽ സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി വരെ, അതായത് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ അധികാര സ്ഥാനത്തിരിക്കുന്ന, എല്ലാ വിധത്തിലുള്ള ഇന്റലിജൻസ് ബ്രീഫിംഗ് അടക്കം ലഭിക്കുന്ന പ്രധാനമന്ത്രി വരെ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ ഒരു വിമർശനമായി ഉന്നയിച്ച വിഷയമാണ് ശബരിമലയിൽ മിസ്മാനേജ്മെന്റ് നടന്നു, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മാനേജ്മെന്റ് നടന്നില്ല എന്നുള്ളത്. നമ്മുടെ എല്ലാം ലിവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ, ബാക്കിയുള്ളവർ പോകുമ്പോൾ സാധാരണഗതിയിൽ കൂടുതലായിട്ടുള്ള ഡിലേ, അല്ലെങ്കിൽ 8 മുതൽ 10 മണിക്കൂർ, ചിലപ്പോൾ 10 മുതൽ 12, 12 മുതൽ 16 മണിക്കൂർ വരെ നിൽക്കുന്നു എന്ന എക്സ്പീരിയൻസ് ഒരുപാട് നമ്മൾ കേൾക്കുകയുണ്ടായി. 2, എനിക്ക് തോന്നുന്നു വളരെ റീസണബിൾ ആയിട്ടുള്ള ഇടതോ വലതോ ഭേദമില്ലാത്ത വ്യക്തികൾ, CPM-കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും, ഇത്തവണ മിസ്മാനേജ്മെന്റോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മാനേജ്മെന്റ് നടന്നോ എന്ന കാര്യത്തിൽ അവർക്ക് പോലും സംശയം കാണും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ കപടഭക്തർ പോലുള്ള പ്രയോഗങ്ങൾ വിശ്വാസികളെ അനാവശ്യമായി പ്രകോപിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. റാദർ നമ്മുടെ സംവിധാനങ്ങൾക്ക് കുറെ കൂടെ മെച്ചമായി പോകാൻ കഴിയണം, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം കുറച്ചുകൂടെ മെച്ചമാകണം എന്ന നിലയല്ലേ എടുക്കേണ്ടത്. എൻ്റെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ പോയപ്പോൾ, എൻ്റെ മുത്തശ്ശിയുടെ മരണവും മറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇത്തവണ പോകാൻ കഴിഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളുടെ മറ്റും കേട്ട ഫീഡ്ബാക്ക്, അവർക്ക് ധാരാളം ക്യൂ നിൽക്കേണ്ടി വന്നു, അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇവരാരും ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോ സംഘികളോ BJP-കാരോ മാത്രമല്ല, ഒരുപാട് വ്യത്യസ്ത വിഭാഗങ്ങൾ പെടുന്നവർക്ക് വേണ്ട രീതിയിൽ മാനേജ്മെന്റ് നന്നായില്ല, അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെന്റ്, ഡിവോട്ടി മാനേജ്മെന്റ് നന്നായില്ല. ചിലർ സൂചിപ്പിച്ചതുപോലെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേണം. ചില സമയങ്ങളിൽ ശബരിമലയിൽ അത്യപൂർവം തിരക്ക് വരുന്ന സമയങ്ങളിൽ 1 മിനിറ്റിൽ 110 പേരെ അടക്കം 106, 105 മുതൽ മേളിലോട്ട് ആൾക്കാരെ പോലീസുകാർ 18-ാം പടി കയറ്റിയ അവസരങ്ങൾ വരെ ഉണ്ട് എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ അവസരത്തിൽ ഇത്തരം ആൾക്കാരുടെ മാനേജ്മെന്റ് വന്നതിൽ നമുക്ക് ഒരുപാട് ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന രീതിയിൽ ഒരു ഫീഡ്ബാക്ക് സ്വീകരിക്കാൻ മന്ത്രി അദ്ദേഹത്തെ പോലെ, രാധാകൃഷ്ണൻ സാറിനെ പോലെ വളരെ പരിണിതപ്രജ്ഞനായ, അല്ലെങ്കിൽ മുമ്പ് ഒരു അയ്യപ്പ ഭക്തനെ അദ്ദേഹത്തിന്റെ കാല് വയ്യാത്തപ്പോൾ ആ കാലിന്റെ ഉളുക്ക് മാറ്റാൻ ഒരു മന്ത്രി ശ്രമിക്കുകയുണ്ടായി. വളരെയധികം സ്വാഗതാർഹം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിലുള്ള വ്യക്തി കപടഭക്തർ എന്നുള്ള പ്രയോഗമോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രീയ കാര്യങ്ങളോ ഒക്കെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നത് വേദനാജനകമാണ്. കപടഭക്തർ എന്ന് വിളിച്ചത് ഈ മാലയൂരി മടങ്ങിയ അയ്യപ്പ ഭക്തരെ കുറിച്ചാണ് ശ്രീ രാഹുൽ ഈശ്വർ. അതിലാണ് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. 2, അവിടെയാണ് ഈ ശബരിമലയ്ക്ക് മാല ഇടുന്നവർക്ക് അതിന്റെ വികാരം അറിയാം. ശബരിമലയ്ക്കൊക്കെ മാല ഇട്ടാൽ നമ്മൾ എടുക്കുന്ന വ്രതമൊക്കെ അത്ര കഠിനമാണ്. നമ്മൾ മലയാളികളാണ് ഏറ്റവും നല്ലതല്ലാത്ത രീതി വ്രതം എടുക്കുന്നത്. ഇപ്പം വിവേക് ഓബ്രോയും പ്രഭുദേവയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർ ഈ ചെരുപ്പ് പോലും ഇടില്ല. ഷൂട്ടിംഗ് സെറ്റുകളിൽ പോകുമ്പോൾ, സിനിമാ സെറ്റുകളിൽ പോകുമ്പോൾ ചെരുപ്പ് പോലും ഇടില്ല. പ്രഭുദേവ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അദ്ദേഹം ഫുള്ള് നമ്മുടെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ പരിപാടിക്കും കൂടെ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം ചെരുപ്പിടാതെ പോലുമാണ് നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഭക്തിയോടൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ വിഷമമില്ലാതെ അല്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടില്ലാതെ മാലയൂരി പോകും തോന്നുന്നുണ്ടോ? 2 മരണങ്ങളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു മരണം എന്താ പറയുക, ഒന്നിനെ നമ്മൾ ലഘൂകരിച്ച് കാണരുത്, നിസാരവൽക്കരിക്കരുത്. എന്റെ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ വിഷമമില്ല. പക്ഷേ കേരളത്തിന്റെ അഭിമാനമായ, കുറച്ചുകൂടെ കൃത്യമായ കണക്കുകൾ പറഞ്ഞാൽ, എനിക്ക് ഒന്ന് സുധാകരൻ സാർ ഇരുന്നപ്പോഴാണ് ഒരു റഫ്ലി ഫിഗർ അന്നത്തെ മീഡിയ, ദി ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ എടുത്തിരുന്നു. 10,000 മുതൽ 12,000 കോടി വരെ, 10,000 കോടി മുതൽ 12,000 കോടി വരെ നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് കൊണ്ടുവരുന്ന ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ കൂടെ മെച്ചപ്പെട്ട ഫെസിലിറ്റീസ് കൊടുത്തില്ലെങ്കിൽ അത് നമ്മളെന്ന സംസ്ഥാനത്തിന്റെ പരാജയമാണ്. കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നത്. താങ്കൾ അക്കാര്യം പറഞ്ഞില്ല. പന്തളം ക്ഷേത്രത്തിൽ മാലയൂരി മടങ്ങിയ അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നോ? ഞാൻ ഈ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള ഒരു വിവരം കിട്ടിയിരുന്നു. 5000-ഓളം എന്നാണ് അവർ പറഞ്ഞത്. പന്തളം കൊട്ടാരത്തിൽ കണക്കുകൾ എനിക്കറിയില്ല. അങ്ങനെ ചിലർ പോയി എന്ന്, ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ പോയ ആൾക്കാരെ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ആൾക്കാർ പോയി എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും ആൾക്കാർ പറഞ്ഞൊക്കെ കേൾക്കുകയുണ്ടായി. അപ്പൊ അത് ശരിയാണെന്നുള്ള, അതിനിപ്പം നമുക്ക് ഈ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും നമുക്ക് ആഴത്തിൽ പോയി ഇന്റലിജൻസ് കളി ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ചിലർ പോയി എന്നും ഒക്കെയാണ് വായിക്കാനും കേൾക്കാനും ഒക്കെ കഴിഞ്ഞത്.
അപ്പോൾ ഇതിനെ ചിലർക്ക് എക്സാജറേറ്റ് ചെയ്യാം, ചിലർക്ക് ഡൗൺ പ്ലേ ചെയ്യാം. പക്ഷെ ഇത്തവണ ചില പോരായ്മകൾ ഉണ്ടായി എന്ന് സമ്മതിക്കുന്നതിൽ തെറ്റില്ല. ഇത്തരം ഫീഡ്ബാക്ക് വരുമ്പോൾ, ക്രിറ്റിസിസം വരുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ശ്രീ പ്രശാന്ത് അടക്കമുള്ള ഒരുപാട് ആൾക്കാർ പിന്നീട് വളരെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നാണ് ചില ആൾക്കാർ പറഞ്ഞത്. അപ്പൊ ആദ്യ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും അവിടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് അംഗീകരിക്കുന്നത് ഒരു സ്റ്റേറ്റ്സ്മാൻലിനെസ് ആണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മാൻലി ആയി നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നു, നമുക്ക് അതിന്റെ കാര്യങ്ങൾ കൂടുതൽ ശരിയാക്കാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ നല്ലത്. ശ്രീ കെ അനിൽകുമാർ, എന്തുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നില്ല?